Hello everyone, welcome back to Salem Learning. It's me Anurakna. നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. എൻ്റെ കുട്ടികളെ എല്ലാവരും സ്കൂളൊക്കെ പോയി അടിപൊളിയായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. നമ്മൾ പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് കടന്നു, പുതിയൊരു ഇയറിലേക്കാണ് പോയത്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടായിരിക്കും, എന്തായാലും ഉറപ്പാണല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് ടഫ് ആയിരിക്കുമോ എന്നുള്ള സംശയങ്ങളിലൂടെയൊക്കെ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ എൻ്റെ മക്കളെ സിലബസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട മാത്സിലെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു കുഞ്ഞു കാര്യമാണ് ഇന്ന് ടീച്ചർ മക്കളോട് സംസാരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാത്സിൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു കാര്യമാണ് മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ മൾട്ടിപ്പിൾസ്? നമ്മൾ മാത്സിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ നമ്പേഴ്സിൻ്റെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് എൻ്റെ കുട്ടികൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് പഠിച്ചു വരുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ കൂടെ അറിയായിരിക്കും, അതൊക്കെ അവിടെ മാറ്റി വെച്ചോ. ഇത് എൻ്റെ കയ്യിൽ കുറച്ച് മറ്റൊരു നമ്പേഴ്സ് ഉണ്ട്, അതൊക്കെ മിസ് കാണിച്ചു തരാം. അപ്പോൾ ആ നമ്പേഴ്സിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കുമോ എന്നൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ എന്നെ നോക്കി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതാ എൻ്റെ ബോർഡിൽ ഒരുപാട് കേട്ടോ നിറയെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ ആ നമ്പേഴ്സിൽ കുറച്ച് ആൾക്കാരെ മാത്രം ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്നില്ലേ? അപ്പോൾ ഇവിടെ കളർ ചെയ്ത നമ്പേഴ്സിന് എന്തോ ഒരു എന്തുണ്ട് പ്രത്യേകത ഉണ്ടായിരിക്കും. നിങ്ങളത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യമേ ഞാൻ പറയുന്നതിന് മുന്നേ കണ്ടുപിടിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ കളർ ചെയ്ത നമ്പേഴ്സ്? ഏതൊക്കെയാ? 3 ഉണ്ട്, 15 ഉണ്ട്, 24, 6, 12, 21, 18, 9, 27 ഇതൊക്കെയാണ് കളർ ചെയ്തിട്ടുള്ള നമ്പേഴ്സ്. ബാക്കിയുള്ള നമ്പേഴ്സ് ഒന്നും കളർ ചെയ്തിട്ടില്ല, അതെന്തോ ആവട്ടെ, അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ കളർ ചെയ്ത നമ്പേഴ്സിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത് തുടങ്ങുന്നത് എവിടെയാണ്? 3യിലാണ് അല്ലേ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 3യിലാണ്. അപ്പം ഏറ്റവും ചെറിയ നമ്പർ അല്ലേ, സ്മോളസ്റ്റ് നമ്പർ ഇവിടെ 3 ആണ്. അതേപോലെ ലാർജസ്റ്റ് നമ്പർ ആരാണിതാ? ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് അത് 27 ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ നമ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടാകും, ഈ കളർ ചെയ്ത നമ്പേഴ്സൊക്കെ 3 കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നവയാണ് അല്ലെ, 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ഈ കളർ ചെയ്ത നമ്പേഴ്സൊക്കെ മിസ് ഒന്ന് കൂട്ടി എഴുതി നോക്കട്ടെ കേട്ടോ. ഇവിടെ ഇങ്ങനെ കോമ യൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? 3, 6, 9, 12, 15, 18, 21, 24, 27, 30 അതിലില്ല. ഓക്കെ, അപ്പം 27 വരെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. 27 വരെ വരുന്ന ഈ നമ്പേഴ്സിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ? ഇതൊക്കെ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. എന്താ ഈ മൾട്ടിപ്പിൾ? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3 എന്നുള്ള നമ്പർ കൊണ്ട് ഈ കാണുന്ന നമ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന റിമൈൻഡർ എന്തായിരിക്കും? ഈ കാണുന്ന നമ്പേഴ്സിനൊക്കെ ഞാൻ 3 കൊണ്ട് അല്ലേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് റിമൈൻഡർ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഈ നമ്പേഴ്സിനെയൊക്കെ എനിക്ക് 3 കൊണ്ട് അല്ലേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പേഴ്സൊക്കെ എന്താണെന്ന് പറയാം? 3ൻ്റെ അല്ലെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും ഇല്ലേ. ഇതാണ് നമ്മൾ മുന്നേ പഠിച്ച എന്ത് 3നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുമ്പോൾ ഈ നമ്പേഴ്സിനൊക്കെ എൻ്റെ കുട്ടികൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് വേറെ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. അവരൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ. ഇവിടെ എൻ്റെ കയ്യിൽ കുറച്ച് വേറെ നമ്പേഴ്സ് ഉണ്ട്. അതേതൊക്കെയാ? 5, 10, 15, 25, 20 ഉണ്ട്, 30, 45, 40, 35 ഇങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഇതിനെ എനിക്കൊന്ന് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും സ്മോളസ്റ്റ് നമ്പറിൽ നിന്നും ഏറ്റവും ലാർജസ്റ്റ് നമ്പറിലേക്ക് അല്ലേ, ബിഗ് നമ്പറിലേക്ക് എനിക്ക് കണക്ട് ചെയ്ത് പോകണം. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വരച്ച് നോക്കിയാൽ മതി ആ നമ്പറിലേക്ക്. ഓക്കെ, ഏറ്റവും ചെറിയ നമ്പർ സ്മോളസ്റ്റ് നമ്പർ ആരാണ്? 5 ആണ്. അപ്പോൾ 5ൻ്റെ തൊട്ട് വലിയ നമ്പർ അല്ലേ, തൊട്ട് ബിഗ് നമ്പർ ആരാണ്? അതെ 10 ആണ്. അപ്പോൾ ഇതേ നോക്കിക്കേ, ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കുഞ്ഞി ഏരോ ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം നമ്മൾ. റെഡി? ഇനി അടുത്ത് നോക്കിക്കേ, 10ൻ്റെ തൊട്ട് വലുത് അല്ലേ, തൊട്ട് വലുത് ഏതാണ്? 15. അപ്പോൾ ഞാനിത് അങ്ങോട്ടേക്ക് പോയി. അടുത്തത് ആരാ വലുത് വരിക? 20 ആണ് വരിക അല്ലേ. അപ്പോൾ ഇതാ 20, അടുത്തത് 25, നെക്സ്റ്റ് 30, അടുത്ത ആരാ വരിക? 35, ദെൻ 40, ഏറ്റവും ലാസ്റ്റ് ആണ് ആര് വരുന്നത്? 45 വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളിതിങ്ങനെ കണക്ട് ചെയ്ത് പോയാൽ ഈ നമ്പേഴ്സിന് വേറെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 5, 10, 15, 20, 25, 30, 35, 40, 45 ഇതൊക്കെ എന്താണ്? ഈ നമ്പേഴ്സൊക്കെ
5 കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. അല്ലെ, നിങ്ങൾക്ക് 5 കൊണ്ട് ഈ നമ്പേഴ്സിനൊക്കെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് സുഖമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് 5 കൊണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ദേ ഈ കാണുന്ന നമ്പേഴ്സൊക്കെ 5ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. എന്താ പറയുക? ഇതൊക്കെ 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അത്രയും സിമ്പിൾ അല്ലേ? അതേപോലെ അടുത്തത് 6 മൾട്ടിപ്പിൾ ആണ് എന്നൊന്നെൻ്റെ മക്കൾ പറഞ്ഞു തന്നെ. ദേ ഇവിടെ ഒരു ട്രെയിനിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? നോക്കിക്കേ, ഏതൊക്കെയാ നമ്പേഴ്സ്? ദേ 6, 12, 18, 24, 30, 36, 40, 42. കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആരാണ്? സ്റ്റാർട്ടിങ്ങിൽ വരുന്ന നമ്പറാണ് 6. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ 6 ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുവാണ്. ഇത് ശരിക്കും 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എൻ്റെ കുട്ടികൾ പഠിച്ച നമ്പേഴ്സാണ്. അപ്പോൾ ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാണുന്ന നമ്പേഴ്സിനൊക്കെ നിങ്ങൾക്ക് 6 കൊണ്ട് കൃത്യമായിട്ട് അല്ലേ എന്താക്കാം? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അവിടെ റിമൈൻഡർ 0 വന്നാൽ അത് ഫുള്ളി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ് എന്തായിരിക്കും? ഇതിനുള്ളൊരു പ്രത്യേകതയാണ്, ഇതിനെ 6 കൊണ്ട് നിങ്ങൾക്ക് ഫുള്ളി ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ഇതൊക്കെ 6ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നോക്കിക്കാൻ, നിങ്ങൾക്ക് 6ന്റെ മൾട്ടിപ്പിൾ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ച ആൾക്കാർക്ക് ആ നമ്പേഴ്സ് ഒക്കെ എഴുതി കൊടുത്താൽ മതി. പക്ഷേ ഇതേപോലെ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങളെ ഇതുപോലെ നമ്മൾ ഇത്ര നേരം പഠിച്ചത് ആരൊക്കെയാണ്? 3 പഠിച്ചു, 5 പഠിച്ചു, അതേപോലെ ഇപ്പോൾ 6 നോക്കി. അപ്പോൾ ഏതൊരു നമ്പർ തന്നാലും അതിൻ്റെ മൾട്ടിപ്പിൾസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കുഞ്ഞു ചോദ്യം തരട്ടെ. അപ്പോൾ വേഗം എൻ്റെ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ചോദ്യമാണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആരെയാ? 9ന്റെ മൾട്ടിപ്പിൾസ് ആരൊക്കെയാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് വേണം? 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു നമ്പേഴ്സ് സുഖമായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ എത്ര നമ്പേഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. കുറച്ച് മാത്രമാണോ അല്ലെങ്കിൽ കുറേ വലിയ നമ്പേഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓടി വന്ന് നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സിലബസിൽ അടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ് എന്ത് ചെയ്യും? അടുത്തൊരു ക്ലാസ്സിൽ വരും. അപ്പോൾ അതുവരെ ബൈ, സീ യു.